ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കണം. ഞാൻ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കട്ടെ, ഞാൻ മൈക്ക് വെച്ചിട്ടല്ല സംസാരിക്കണം, ഞാൻ ഫാൻ പോലും ഇട്ടിട്ടില്ല സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ യൂട്യൂബിൽ അങ്ങനെ അധികം ആക്റ്റീവ് അല്ല. ഇന്നിപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇടാൻ കാരണം വേറെ ഒന്നല്ല, കുറച്ച് പേര് മെസ്സേജ് പറഞ്ഞൊരു ലോങ് വീഡിയോ ചെയ്തുകൂടെയെന്ന്. പിന്നെ കുറേ ആൾക്കാരായിട്ടാ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം മേക്കപ്പ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യണതെന്നൊക്കെ. അപ്പോൾ അതൊരു വീഡിയോ ത്രൂ ചെയ്തുകൂടെ എന്ന് ഒരു മിനിറ്റ് ഒരു കോൾ വരണ്ടേ. അപ്പോൾ അതെനിക്കൊരു കോള് വന്നതാണ് ഗൈസ്. ഇപ്പം എനിക്കൊരു മിനി അറ്റാക്ക് വന്നേനെ. കോള് കട്ട് ചെയ്തിട്ട് ക്യാമറ ഓൺ ആക്കി നോക്കിയപ്പോൾ ഫുൾ ബ്ലാക്ക്, ഒന്നും കാണിക്കണില്ല. റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പവർ ബട്ടൺ ഇത് ഞെക്കിയപ്പോൾ നോർമലായി. ഞാൻ ഒരു ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ നോർമലായി. എൻ്റെ നല്ല ജീവനൊന്ന് പോയി ഒരു നിമിഷം കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് വേണ്ടിയിരുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് കാണിച്ചു പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ലാക്മേയുടെ ഒരു പീച്ച് മിൽക്ക്, ഒരു വൈറ്റമിൻ ഇ. കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഞാൻ മിറർ എടുക്കാൻ പറയും. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ആരാണ് എഡിറ്റ്. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണേ. അതായത് ആപ്പിലാണ് ചെയ്യണേ, എങ്ങനെയാണ് ചെയ്യണേ, അവരാ ചെയ്യണമെന്നൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം. ഞാൻ തന്നെയാണ് ഇതെല്ലാം വീഡിയോസും ചെയ്യണത് ക്യാപ്കട്ടിൽ. ക്യാപ്കട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐക്ലൗഡിലോ ആപ്പ് സ്റ്റോറിലോ അങ്ങോട്ട് പോയിട്ട് കൺട്രി ചേഞ്ച് ചെയ്ത് VPN കണക്ട് ചെയ്തിട്ടാണ് ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കണേ. ആൻഡ്രോയിഡിൽ അങ്ങനെ തന്നെയാണ്. ഞാനും ആൻഡ്രോയിഡിൽ അങ്ങനെ തന്നെയായിരുന്നു പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഓർമ്മയില്ല. VPN കണക്ട് ചെയ്യാണ്ട് ക്യാപ്കട്ട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറേ എഫക്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ക്യാപ്കട്ട് എനിക്കിതുവരെ യൂസ് ചെയ്തിട്ടുള്ള ആപ്പുകളിൽ വെച്ചിട്ട് ക്യാപ്കട്ടാണ്. ഞാൻ VN യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻഷോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാപ്കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ആപ്പ് ഉണ്ടല്ലോ, അത് എലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ്. നല്ല ആപ്പാണ്, പക്ഷെ അതിൽ എഡിറ്റ് ചെയ്യാൻ കുറച്ചൊരു അറിയണവർക്കൊക്കെ ആവും. എനിക്കത് പിന്നെ അറിയാത്ത കാരണം കുറച്ച് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി ആ ആപ്പ്. ക്യാപ്കട്ട് പിന്നെ സെറ്റാണ് കേട്ടോ. ക്യാപ്കട്ടിൽ സെയിം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ക്യാപ്കട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, ക്യാപ്കട്ടിൽ 1080 വീഡിയോ സേവ് ചെയ്തതാണ് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ റീലിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. 2K സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ചെറിയൊരു മിസ്സിങ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് ജസ്റ്റ് നോക്കി നോക്ക്. അടുത്തത് ഇപ്പോൾ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ മിറർ എടുത്ത് കൊണ്ടുവരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് മിറർ എടുത്തിട്ട് വരാം. കൺസീലർ ഇടാം. ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ കയ്യിൽ പ്രൈമർ കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാൻ പ്രൈമർ ഇടാത്തത്. പ്രൈമർ ഇട്ടിട്ട് എപ്പോഴും മേക്കപ്പ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഏത് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് പൊട്ട പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും പ്രൈമർ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ട് ഞാൻ പറയണം. അപ്പം ഞാൻ പറയാം കൺസീലർ ഞാൻ യൂസ് ചെയ്യണത് കണ്ട മാൾസിൻ്റെ ആണ് കേട്ടോ. മാൾസിൻ്റെ ഷെയ്ഡ് എത്രയാ 606 ഹണി ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. കഴിഞ്ഞു ചുരണ്ടി എടുക്കുകയാണ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നത് കേട്ടോ. ഇത് കുറച്ച് ഷെയ്ഡ് കൂടുതൽ, എന്നെക്കാട്ടും കുറച്ചൊരു ബ്രൈറ്റർ ഷെയ്ഡാണിത്. കൺസീലർ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മളെക്കാട്ടൊരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാവും നല്ലത്. ശരിക്കും കൺസീലറൊക്കെ കൈകൊണ്ട് യൂസ് ചെയ്യണം നല്ലത്. ഇതിൻ്റെ അവിടെ ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് ചെറിയൊരു കണ്ട കുഞ്ഞൊരു ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ മേബലിൻ ഫിറ്റ് മീയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. 230 ഷെയ്ഡ്. ഇനിയിപ്പോൾ കുറേ നാളായിട്ടാണ് കേട്ടോ എന്താ പറയുക, ബ്ലഷിനോട് കുറച്ചൊരു ആഘാതമായ പ്രണയം. യൂസ് ചെയ്യണ ബ്ലഷ് കാണിച്ചില്ല കേട്ടോ. മാൾസിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്നും പറയാനില്ല. മാൾസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും, ലിപ് ലൈനർ ആയിക്കോട്ടെ, ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, സെറ്റിംഗ് സ്പ്രേ, മാൾസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കേട്ടോ. ബ്ലഷ്, കൺസീലർ, ഇതേ ഐഷാഡോ പാലറ്റ്, എല്ലാതും മാൾസിൻ്റെയാണ്. അപ്പോൾ ഇത് മാൾസിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാ, സൺകിസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. കാണിച്ചിട്ട് ഇതൊക്കെ ഇത്ര ഇടം ഞാൻ എടുത്തിട്ടുള്ള. അത് കഴിഞ്ഞെന്താ ഐബ്രോ ചെയ്യാം. ഐബ്രോ പാലറ്റ് ഞാൻ കാണിച്ചൊന്നുമില്ലല്ലോ, പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐബ്രോ പാലറ്റ് കഴിഞ്ഞു പൊട്ടി. ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാം. ടൗൺ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി വെറുതെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ്, ശരിക്കും ഈ വേറൊരു ഷെയ്ഡ് ഉണ്ട്, ഒരു ഹൈലൈറ്റ് ചെയ്യണ ഒരു ഷെയ്ഡ് ഉണ്ട്. അത് ഞാൻ അധികം യൂസ് ചെയ്തില്ല, ചെറുതായിട്ട് എന്താ ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്ററും ഞാൻ മാൾസിൻ്റെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്താൽ നന്നായിട്ട്, കൈ കൊണ്ടല്ല ശരിക്കും ബ്രഷ് കൊണ്ട് ചെയ്താൽ നന്നായിരിക്കട്ടെ. ചിലപ്പോൾ ഇതിൽ ബ്രഷ് ഇല്ലാത്ത കാരണം ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നു. അതൊരു നല്ലൊരു ഇതാണ്.
അവിടെ ഒരു ചെറിയൊരു ഗ്ലോ വരണത്. കണ്ണെഴുതിയില്ല അല്ലേ? കേട്ടാ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേനും കൊല്ലൊന്നാവും തോന്നുന്നുണ്ട്. മസ്കാര ഇതെന്താ? ഷീൽസ് പ്രൊഫഷണൽ വോളിയം മസ്കാര, പ്രൊഫഷണൽ പവർ വോളിയം. ഇത് ഞാൻ ഗുരുവായിരുന്നു മേടിച്ചതാട്ടോ, കുറച്ച് നാളായിട്ടുള്ള മേടിച്ചിട്ട്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ പ്ലമ്മിൻ്റെ പിന്നെ ഏതാ മാൾസിൻ്റെ മസ്കാര നല്ലതാണ്. പ്ലമ്മിൻ്റെ മസ്കാര ഒരു രക്ഷയില്ല കേട്ടോ, ലോറിയലിൻ്റെ. കണ്ടോ? ഓക്കെ, ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുമോ എന്നാണ് എൻ്റെ ഡൗട്ട്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്ക് ലിപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലിപ് ബാം ഇങ്ങനെ കൊണ്ടിരിക്കും. ലിപ് ലൈനർ ഇത് മാൾസിൻ്റെ തന്നെ, ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെയും കൂടിയിട്ടൊരു കോംബോ പോലെ ഒരു വീഡിയോ ചെയ്തത്. ഒരു 14 ചോക്കോ ബട്ടറാണ് കേട്ടോ ഇത്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ലൈനറിൻ്റെ ഷെയ്ഡ് വരുന്നത്. കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് ഷെയ്ഡ് അതാണെന്ന്. അതുകൊണ്ടായിരുന്നു ഞാൻ മുന്നേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അധികം ഇട്ട് കൊടുക്കണില്ല കേട്ടാ. സാധാരണ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പുകൾ ശരിയാവാറില്ല. വെറുതെ ഇരുന്ന് ചെയ്തപ്പോഴത്തെ മേക്കപ്പ് കൊള്ളാം. എനിക്ക് ഐസ് നല്ല ഇഷ്ടമായി എൻ്റെ. മറ്റേ ഈ സാധനമല്ലേ, അതാണ് ഞാൻ റീൽ എടുക്കാൻ പോണത്. ഞാൻ ഹെയർ എന്ത് ചെയ്യണം എനിക്കറിയില്ല. ഇത്രയൊക്കെ മേക്കപ്പ് ഞാൻ ചെയ്യും എങ്കിലും ഹെയർ ചെയ്യാൻ എനിക്കൊരു ഐഡിയയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പോണി ടൈൽ കിട്ടും, പിന്നെ ഒരു സെൻറ്റർ പോർഷൻ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഹാഫ് പോണി കിട്ടും. അത്രയൊക്കെ തന്നെ എനിക്കിപ്പോൾ അറിയുള്ളൂ വെച്ചെങ്കിൽ ഞാൻ അത്രയും ചെയ്യാറുള്ളൂ. പിന്നെ മുടി ഞാൻ അധികം അയച്ചിടാറില്ല. അതിൻ്റെ മുടി ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ആക്കിയിട്ടുള്ളൂ. എനിക്ക് മുടി അധികം ഷൂട്ടുകൾക്കൊക്കെ അല്ലാണ്ട് ഞാൻ അങ്ങനെ അയച്ചിടാറില്ല. ഹെയർ ഒന്നും ചെയ്യാത്ത കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എനിക്ക് ഹെയർ അയച്ചിടാം. ഓക്കെ, അപ്പോൾ എനിക്ക് പോയിട്ട് ഇനി സാരി എടുക്കണം. അപ്പോൾ സാരി എടുത്തിട്ട് ഞാനിനി വീഡിയോ എടുക്കുമോ, ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എല്ലാതും ചെയ്ത് കഴിഞ്ഞാലേ, അതുകൊണ്ട് ഞാൻ സാരിയും കൂടി എടുത്തിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് സാരി എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ എത്തി ഗൈസ്. ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് തന്നെ സാരി എടുത്തു. പക്ഷേ ഞാൻ 1 ലെയറിലാണ് എടുത്തേക്കണം. 1 ലെയറിൽ എടുക്കുമ്പോൾ എനിക്ക് അധികം നേരം വരാറില്ല. എടുത്തെടുത്തെടുത്ത് സാരി കൊടുക്കാൻ പഠിച്ചത്. പണ്ടൊക്കെ എനിക്ക് സാരി എടുക്കുമ്പോൾ പേടിയായിരുന്നു, അഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ഓക്കെ, അത്രയുള്ള വീഡിയോ. എനിക്ക് വീഡിയോ ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഫസ്റ്റായിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ്. അതിന് ഒരു ഫുൾ ലോങ് വീഡിയോ ആണ്. ഹെയർ ഞാൻ പറഞ്ഞ പോലെ ഹാഫ് പോണിയാണ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു ക്രാബ് വെച്ചിട്ടുള്ളൂ. എനിക്കത്രേ അറിയുള്ളൂ. നിലവിൽ കുറച്ച് ട്യൂട്ടോറിയൽസൊക്കെ കണ്ടിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഞാൻ പഠിക്കും ഗൈസ്, വേറെ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കയറി ഫോളോ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.